എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ആക്ച്വലി ചെറിയൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. കഴിഞ്ഞ വട്ടം ഗറില്ല 450 റോയൽ എൻഫീൽഡിൻ്റെ പുതിയ ബൈക്ക് ഞാൻ ടെസ്റ്റ് ഡ്രൈവിന് പോയി നിങ്ങൾ കണ്ടില്ല. അപ്പോൾ അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പുതിയ ഒരു ബൈക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പോകാന്നുള്ളത്. അതിനെക്കാട്ടും മുന്നേ ഞാൻ ചെരുപ്പ് ഒന്ന് ഇട്ടിട്ട് കാട്ടിത്തരാം കേട്ടോ. പുതിയൊരു ബൈക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പോകാന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് കുറേ പേര് 40,000 പേരാണ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ബൈക്ക് ഓടിക്കാൻ അറിയില്ല, അതറിയില്ല, ഇത് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം കുറച്ചധികം നമ്മുടെ ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരു 10,000-20,000 പേരിന് താഴെയാണ് കേട്ടോ. അപ്പോൾ അതിനോട്ട് മേലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തെറിവിളികൾ എന്തായാലും ഉറപ്പാണ്, ഓരോരോ ഇതുകൾ. അപ്പോൾ അത് നമ്മൾ മൈൻഡ് ചെയ്യില്ല. അപ്പോൾ ഇത് നമ്മുടെ 100-350 കണ്ട. അപ്പോൾ ഇത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് എനിക്ക് ഗറിൽ എടുക്കാൻ ഭയങ്കര ആഗ്രഹം തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഗറിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡാഡിയനൂണി കാട്ടാൻ വേണ്ടിയിട്ട് ഗറില്ല 450 കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാനത് വ്ളോഗായിട്ടൊന്നും കാട്ടിയില്ല കേട്ടോ. അനിയനും ഉണ്ടായിരുന്നു, ഡാഡി ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കാട്ടി കൊടുത്തു. ഡാഡിക്കായിരുന്നു, ഡാഡിയാണുള്ള ഫൈനൽ ഡിസിഷൻ പറയുന്നത്. അപ്പോൾ ഡാഡിക്ക് കാട്ടി കൊടുത്തു സംഭവം കാര്യങ്ങളൊക്കെ. ഇതൊന്ന് പയ്യൊന്ന് അപ്ഗ്രേഡ് ചെയ്താൽ ഇത് എനിക്കൊരു കുഞ്ഞ വണ്ടി പോലെ തോന്നുന്നുണ്ട് കേട്ടോ. 350. അപ്പോൾ ഞാൻ വിചാരിച്ച് ചെറുതായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്താലോ എന്നുള്ളത്. അങ്ങനെ കുറേ ഓഫറുകളും കാര്യങ്ങളൊക്കെ പല ഇതിലും ഇൻസ്റ്റാഗ്രാം ഇതിലും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്ഗ്രേഡ് ചെയ്യാം കുറഞ്ഞ ചിലവിൽ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, എനിക്ക് ഓടിച്ച് നോക്കിയപ്പോഴാണ് വണ്ടി ഇഷ്ടപ്പെട്ടു. ഗറില്ല എനിക്ക് നല്ല ഹൈറ്റ് ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ചുകൂടി അത്ര വലിയതല്ല, എന്നാലും കയറി ഇരിക്കുമ്പോൾ നമുക്കൊരു ഇത് തോന്നുന്നുണ്ട്. പക്ഷേ ഡാഡിക്ക് കാട്ടി കൊടുത്തപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച മറുപടി അല്ല ഡാഡി പറഞ്ഞത് ഇത്രയാണ്: നമുക്ക് ബൈക്ക് പോരണുള്ളതല്ല, നമുക്ക് ചെറുതായിട്ടൊരു കാറിലേക്ക് പറഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്താലോ എന്നാണ് ഡാഡി പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ, കുഴപ്പമില്ല, എങ്ങനെയാണെന്ന് ചെയ്യാമെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഗറില്ല പോയി, 450 പോയി, നമ്മൾ പുതിയ കാർ എടുക്കാൻ പോവുകയാണ് ഗൈസ്, പുതിയ കാർ. അപ്പോൾ നമ്മുടെ ഫാമിലിയിലത്തെ ആദ്യത്തെ കാറും കൂടിയാണ് കേട്ടോ ഇത് വരുന്നത്. പുതിയൊരു സൈക്കിളും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ എനിക്കത് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ കാറും ബൈക്ക് എടുക്കുമ്പോൾ നല്ല രീതിയിൽ റിസർച്ചും കാര്യങ്ങളൊക്കെ പഠിച്ച് ഓരോന്ന് കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണ്ട കാർ എടുക്കാൻ. പെട്ടെന്ന് ഒരു സൈക്കിൾ എടുക്കണമെങ്കിലും നമുക്ക് ഒരു റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തണം. പക്ഷേ കാർ എടുക്കുമ്പോൾ അതിനേക്കാൾ ഇരട്ടി നടത്തണം കേട്ടോ. കാരണം വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. സൈക്കിളിൻ്റെ അതേ വില വരുന്നുണ്ട് കേട്ടോ. 2.5 ലക്ഷം 3 ലക്ഷം ഒക്കെ കാറിന് സ്റ്റാർട്ടിങ് എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഒരു കാർ നോക്കാൻ വേണ്ടി പോവാണ്. ഗറില്ല എന്തായാലും ഇല്ല, 100 നമുക്ക് തട്ടിയും മുട്ടിയും കൊണ്ട് നടക്കാം. കാറാകുമ്പോൾ നമുക്ക് സൈക്കിളും കൊണ്ട് ട്രാവൽ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. കാരണം സൈക്കിൾ ഞാൻ ഊരിയിട്ടാണ് ബാഗിലിട്ടിട്ടാണ് കൊണ്ടുപോകാറ്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ ഞാൻ ഇന്നലെ 3,300 രൂപയ്ക്ക് അതിൻ്റെ ഒരു പാർട്സ് മാറ്റിയിട്ടാണ് ഞാൻ എപ്പോഴും ഈ ട്രാവൽ ചെയ്യുന്നത്. സൈക്കിളും കൊണ്ട് ട്രാവൽ ചെയ്യണതും സൈക്കിളിൽ ട്രാവൽ ചെയ്യണതും കൊണ്ട് അതിന് ഓരോ ഡിപ്രീസിയേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൈക്കിൾ അഴിക്കണത് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഇത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഒരു സ്റ്റെമ്മിന് 3,300 രൂപയാണ് വില വരണത്. നമുക്ക് അതിൽ ചീപ്പ് സാധനം വാങ്ങി ഇടാനും പറ്റില്ല. ഓഫ് റോഡിങ്, ആർബൻ ഫ്രീ റൈഡ്, ലോങ് ട്രിപ്പുകൾ ഒക്കെ ഒരു സൈക്കിളാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതിൽ നല്ല ക്വാളിറ്റി സാധനം തന്നെ വേണം കേട്ടോ. അപ്പം ഞാൻ നോക്കുമ്പോൾ അഴിക്കണ്ട, സൈക്കിൾ അഴിക്കുക എന്ന് പറഞ്ഞാൽ അത്ര നല്ലതല്ല. നമുക്ക് പിന്നെ കൺസിസ്റ്റൻ്റ്ലി എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും 6 മണിക്ക് നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വീഡിയോ ഇടുമ്പോൾ നമുക്കത് സൈക്കിളും കൊണ്ട് ട്രാവൽ ചെയ്യാതിരിക്കാനും പറ്റില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു കാർ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടയർ മാത്രം, അല്ലെങ്കിൽ ടയറും ഊരണമെന്നില്ല, ഡിക്കിലേക്കായിട്ട് കയറ്റി വെച്ചാൽ മതിയില്ല. ഞാൻ പിന്നെ ഒറ്റയ്ക്കാണ് ട്രാവലിങ് കാര്യങ്ങളൊക്കെ ചെയ്യാറ്. ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടായാലും 99% എൻ്റെ ഒപ്പം ആരും ഉണ്ടാവാറില്ല കേട്ടോ. ഞാൻ എല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യാറ്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ആകുമ്പോൾ ഓഫ് റോഡ് ട്രിപ്പിനെങ്കിലും നമുക്ക് സൈക്കിൾ, ഓഫ് റോഡ് ട്രിപ്പിനാണ് മെയിനായിട്ട് സൈക്കിൾ നമ്മൾ ഊരിയിട്ട് ബാഗിലാക്കിയിട്ടൊക്കെ കൊണ്ടുപോകാറ്. അപ്പോൾ ഞാൻ കരുതി ഒരു കാർ വാങ്ങി കഴിഞ്ഞാൽ ശരിയാണല്ലോ, നമുക്ക് ഓഫ് റോഡ് ട്രിപ്പിനൊക്കെ വേണ്ടിയിട്ട് പോകുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് പോകാൻ പറ്റില്ല എന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു കാർ എടുക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. കാർ നോക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ പരിപാടികൾ കിടക്കാം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ. കാരണം നേരത്തെ പറഞ്ഞതുപോലെ കാറിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല. ഞാൻ 2019 അങ്ങനെയാണ് കേട്ടോ ലൈസൻസ് എടുത്തത്, ബൈക്കിൻ്റെയും കാറിൻ്റെയും ലൈസൻസ് എടുത്തത്. അന്ന് ലൈസൻസ് എന്തോ ഒരു ഭാഗ്യത്താൽ ആ പോലീസുകാരൻ ടിക്കറ്റ് തന്നു എന്നുള്ളതുള്ളൂ കേട്ടോ. അല്ലാതെ കാറിൻ്റെ ബാലൻസിങ്ങോ കാര്യങ്ങളോ സ്റ്റിയറിങ്ങിൻ്റെ ബാലൻസിങ്ങോ കാര്യം അറിയില്ല. കാറിനെ കുറിച്ച് എനിക്കൊരു A to Z കാര്യങ്ങൾ എനിക്കറിയില്ല. എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ ഈ 100-350 ബൈക്ക് എടുത്തപ്പോൾ നിങ്ങൾ പറഞ്ഞു തന്നതുപോലെ തന്നെ ഓരോന്ന് തീരുമ്പോൾ ഓരോന്ന് പണിയെന്ന് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആക്ച്വലി ഓരോ പണികളും അടുപ്പിച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കാരണം 100ൻ്റെ പണി അടുത്തത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചെയിനും സ്പ്രോക്കറ്റും മാറ്റാറായുണ്ട് കേട്ടോ. ചെയിൻ എന്തോരം ടൈറ്റ് ചെയ്തിട്ട് ടൈറ്റ് ആവണില്ല. ഇപ്പം ഞാൻ ഏകദേശം 19,000 അല്ല 20,030 കിലോമീറ്റർ നമ്മൾ ഈ സാധനം കൊണ്ട് ഓടിച്ചിട്ടുണ്ട് കേട്ടോ. 20,030 കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്. 18,500 അങ്ങോട്ട് ഇത് തീർന്നതാണ് കേട്ടോ. ഫസ്റ്റ് സർവീസ് ഉണ്ട്, 5ാമത്തെ ആണെന്ന് തോന്നുന്നില്ല, 5ാമത്തെ സർവീസ് അങ്ങോട്ട് തീർന്നതാണ് ഇതിൻ്റെ. ഞാൻ ആ സമയത്ത് അവർ പറഞ്ഞതാണ് ചെയ്യാൻ മാറ്റണമെന്ന്. പക്ഷേ ഞാൻ 2,000 കിലോമീറ്റർ ഓടിച്ചു. ഞാൻ ഇപ്പോൾ 20,000 എന്തായാലും ഓടിക്കണം കേട്ടോ. ചെയ്യാനും സ്പ്രോക്കറ്റും മാറ്റണം. ഞാനത്
മാർക്കറ്റ് പുറത്ത് വല്ല മാർക്കറ്റിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് വാങ്ങിയാൽ മുതലാവില്ല. ഞാനിപ്പോൾ പയ്യെ ഓടിക്കുള്ളൂ ഈ സാധനം. കാരണം ചെയ്യാൻ കുറച്ച് ലൂസ് എന്ന് പറയാനില്ല, എന്നാലും ചെറിയൊരു ഇതുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും കംപ്ലൈൻ്റ് ഉള്ളതാണ്. ഞാൻ വലിയ ഇത് ഓടിക്കാറില്ല കേട്ടോ. ഇപ്പോൾ ഇപ്പം അമ്മേനെ കൊണ്ടാക്കാൻ മാത്രമൊക്കെ ആയിട്ട് അങ്ങനെയായിട്ട് ഉപയോഗിക്കാറുള്ളൂ. ഈ കുഴി അവർ അടച്ചില്ല കേട്ടോ. ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഈ റൂട്ട് വരണവർക്ക് അറിയാം, ഗലീലി പള്ളി തൃശ്ശൂരിൽ നിന്ന് തലൂര് കൂടി പാലിയേക്കരയിലേക്ക് പോകണം കേട്ടോ. 2 റൂട്ട് പോവാം, നടത്തറ വഴിയും തലൂര് കൂടിയിട്ടും പോകാം കേട്ടോ. അപ്പോൾ ആ തലൂര് പോകണ വഴിയിൽ ഇവിടെ ഒരു പള്ളിയുണ്ട്, ഗലീലി പള്ളി എന്ന് പറഞ്ഞിട്ട്. ഈ പള്ളിയുടെ മുന്നിൽ ഭയങ്കര ഇതായിരുന്നു കേട്ടോ. അതിപ്പോൾ നന്നാക്കിയിട്ടുണ്ട് എന്തോ ഭാഗ്യത്തിന്. ഇവിടെ കുറച്ചുകൂടി ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ, സമാധാനമായിട്ട് ഓടിക്കാം. അല്ലെങ്കിൽ ഭയങ്കര പാടാ ഈ ഭാഗം. നമുക്കിവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ ഇത് വരണത്, ഒരു കാറിൻ്റെ സ്ഥലം വരണത്. അപ്പോൾ നമ്മൾ ഇവിടെ ചെറിയൊരു യൂസ്ഡ് കാറിൻ്റെ ഷോറൂം അല്ലെങ്കിൽ ഇത് ഇവിടെ ഇരുന്നോട്ടെ, യൂസ്ഡ് കാറിൻ്റെ ഷോറൂമിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ടോ. ഈ ട്രിപ്പും കാര്യങ്ങളൊന്നും പോവാത്ത വീട്ടിലിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ പരിപാടികൾ നോക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ ഞാൻ വീണ്ടും പോവാണ് സൈക്കിളും കൊണ്ട് യാത്ര. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു യൂസ്ഡ് കാർ ഷോറൂമിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കുറേ കാറുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ബോധം അറിയാൻ വേണ്ടിയിട്ട്, ഇത് റെനോൾട്ടിൻ്റെ വണ്ടിയാണ്. എനിക്ക് ചിഹ്നങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേട്ടോ, ഒരു പരിധി വരെയൊക്കെ. പക്ഷേ മോഡൽ നെയിമും കാര്യങ്ങളൊക്കെയാണ് അറിയാത്തത്. റെനോൾട്ടിൻ്റെ കൈഗർ അല്ലേ അത്, അങ്ങനെ കുറേ എടുക്കുന്നുണ്ട്. പിന്നെ അതേതാ ഇർട്ടിക എടുക്കുന്നുണ്ട്. വേറെ എന്തൊക്കെയാണ് ഇവിടെ, നിസാൻ്റെ മൈക്രോ ഒരെണ്ണം എടുക്കുന്നുണ്ട്. ഏത് വണ്ടിയാണ് എനിക്ക് യോജിക്കുക എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇന്നോവ, ഇത് ഫോക്സ് വാഗൻ്റെ, ഇത് അങ്ങനെ കുറച്ച് വണ്ടികളോടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് സൈക്കിൾ കൊണ്ടുപോകണം, അതുപോലെ തന്നെ മൈലേജ് കിട്ടണം, അങ്ങനെ കുറച്ച് നിബന്ധനകളാണ് എനിക്കുള്ളത്. അപ്പോൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ ഏത് വണ്ടിയാണ്. ക്രെട്ടയല്ലേ ഇത്, ഹ്യുണ്ടായുടെ ക്രെട്ട എടുക്കുന്നുണ്ട് ഇവിടെ. ഒക്കെ KL08 ആണ് വണ്ടി കേട്ടോ, തൃശ്ശൂർ വണ്ടിയാണ്. ഇതും KL33. എനിക്ക് വേണ്ട, എനിക്ക് ഈ നമ്പർ കിട്ടണം, KL08. യൂസ്ഡ് കാർ എടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ KL08 കിട്ടണം കേട്ടോ. സ്വന്തം നാട്ടിലത്തെ വണ്ടി തന്നെ കിട്ടണം എന്നൊരു ആഗ്രഹമുണ്ട്. അതങ്ങനെയൊന്നുമില്ല, എന്നാലും പറയുമ്പോൾ പറഞ്ഞെന്നുള്ളൂ. പക്ഷേ ഇത് മാരുതി സുസുക്കിയുടെ ഇർട്ടികയാണ് കേട്ടോ. ഇവരൊരു പേജ് എടുത്തു തന്നിട്ടുണ്ട്, ഇവരുടെ ഫുള്ള് കാറുകളുടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ഇങ്ങനത്തെ വണ്ടികളാണ് കേട്ടോ താല്പര്യം. ഇത് KL14 ആണ്. ഇതിൻ്റെ ലിസ്റ്റ് ഞാൻ നോക്കിയോട്ടെ കേട്ടോ. 7,60,000 നെഗോഷ്യബിൾ ആണ് എല്ലാ പ്രൈസും എന്നാണ് പറഞ്ഞത് കേട്ടോ. ഫസ്റ്റ് ഓണറാണ്, തൃശ്ശൂരാണ് ഫസ്റ്റ് ഓണർ. പിന്നെ വേറെ എന്തൊക്കെയാണ് നോക്കേണ്ടത് എനിക്കറിയില്ല കേട്ടോ. പിന്നെ അതിൻ്റെ കിലോമീറ്ററും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനത്തെ വണ്ടികളാകുമ്പോൾ ഞാൻ പറയാൻ കാരണം, ഈ സീറ്റ് മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ബാക്കിൽ സൈക്കിൾ വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞങ്ങൾ ഫാമിലിയിൽ ഫുള്ള് 5 പേരാണ് ടോട്ടലുള്ളത്. അപ്പോൾ 5 പേർക്കും അനിയൻ, ഞാൻ, അമ്മാമ്മ, ഡാഡി, അമ്മ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് യാത്ര ചെയ്യാനും ഇങ്ങനത്തെ വണ്ടികളായിരിക്കും കൂടുതൽ. പിന്നെ സൈക്കിളും കൊണ്ടുപോകും. ഫസ്റ്റ് സൈക്കിളാണ്, അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തോള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വണ്ടികളുണ്ട്. ഇത് 7,60,000 രൂപയാണ്. ഇതിൻ്റെ നെഗോഷ്യബിൾ ആണെന്നാണ് പറഞ്ഞത്. ഇങ്ങനത്തെ വണ്ടികളാണ് നോക്കുന്നത്. പക്ഷേ ഇന്നോവയൊക്കെ നല്ല ഇത് വരും കേട്ടോ. ഇന്നോവയ്ക്കും ഇതൊക്കെ KL08 ആണ്. പിന്നെ എനിക്ക് ഇങ്ങനത്തെ വണ്ടികളും ഇഷ്ടമാണ്. പക്ഷേ ബാക്കിൽ കാറ് ഇങ്ങനത്തെ പോളോ കണ്ടോ, ഇത് പോളോ അല്ലേ, ഫോക്സ് വാഗൻ്റെ. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിലും എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. നിങ്ങളാണ് സൈക്കിളിൻ്റെ ആണെങ്കിൽ പിന്നെ എനിക്ക് പേടിക്കണ്ട. അതെ, പോളോ ആണ്. പോളോ മാത്രമല്ലല്ലോ, അപ്പുറത്ത് GT ഒന്നും ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ വണ്ടികൾ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഒരു കാര്യമുള്ളത്, സൈക്കിളും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. ഇതിൻ്റെ വില എത്രയാണെന്ന് നോക്കട്ടെ. ഫോക്സ് വാഗൻ്റെ പോളോ 2018 6,20,000 കേട്ടോ വില വരുന്നത്. 6,20,000 വില വരുന്നത്. ഓണർ ഫസ്റ്റ് ഓണറാണ്. പോസ്റ്റിംഗ് ഡേറ്റ് 55,000 കിലോമീറ്റർ ഓടിയുണ്ട്. പെട്രോള് മാനുവൽ ഈ വണ്ടി കേട്ടോ. എത്രയാണെന്ന് പറഞ്ഞാൽ 6,20,000 നെഗോഷ്യബിൾ ആണ് പറഞ്ഞത് കേട്ടോ. പിന്നെ വേറെ ക്രെട്ട എടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓടിച്ച് പഠിക്കാൻ പറ്റിയ വണ്ടിയാണ് കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം നോക്കുന്നുണ്ട്, ആദ്യത്തെ വണ്ടി 10 ലക്ഷത്തിൻ്റെയും 15 ലക്ഷത്തിൻ്റെയും നല്ല ഓടിച്ച് പഠിക്കാൻ പറ്റിയ വണ്ടികൾ അങ്ങനെയും നോക്കുന്നുണ്ട് കേട്ടോ. കാരണം എവിടെയെങ്കിലും കൊണ്ട് ഉരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെഞ്ചൊന്ന് പെടയേ. അപ്പോൾ ഓടിച്ച് പഠിക്കാനും ഒരു 2-3 വർഷം ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ നോക്കിയാലും കുഴപ്പമില്ല എന്നാണ്. ഇൻഡിക എനിക്ക് തീരെ ഇഷ്ടമല്ല, ഇത് തീരെ ഇതില്ല. ഇതിന് എത്രയാണ്? 2013 വണ്ടി, 92,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഡീസലാണ്. 95,000 രൂപയാണ് കേട്ടോ വേറെ വരുന്നത്. 95,000 ഡീസൽ. സെക്കൻഡ് ഓണർ. 95,000 രൂപയുള്ളൂ ഒരു കാറിനൊക്കെ. ദൈവം, ഞാൻ ഈ കാറിൻ്റെ ഇതിലേക്ക് ആദ്യമായിട്ട് ഇറങ്ങുന്ന കാരണേ 95,000 രൂപയ്ക്ക് ഒരു കാറ് കിട്ടുമല്ലേ, അടിപൊളി. സെക്കൻഡ് ഓണർ എന്ന് പറഞ്ഞാൽ 2 ഓണർ മാറിയിട്ട് വന്നതായിരിക്കും അല്ലേ. പിന്നെ എത്ര, 92,000 കിലോമീറ്റർ, 95 രൂപയ്ക്ക്. എല്ലാം നെഗോഷ്യബിൾ ആണെന്നാണ് പറഞ്ഞത്. മാനുവൽ, പെട്രോളോ ഡീസൽ, അത്
ഇത് ഡീസൽ വണ്ടിയാണ് കേട്ടോ, ഡീസലാണ്. ഇപ്പുറത്ത് ഫോർഡിൻ്റെ ഒരു വണ്ടി എടുക്കുന്നുണ്ട്. ഇത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഇതിലുണ്ടായിരുന്നു കേട്ടോ, അവൻ്റെ പപ്പയുടെ ആദ്യത്തെ കാറായിരുന്നു കേട്ടോ, ഫോർഡ് ഫിയസ്റ്റ ക്ലാസിക് 2014. 2 ലക്ഷം രൂപയുള്ളൂ കേട്ടോ. 2 ലക്ഷത്തിനൊക്കെ ഫോർഡിൻ്റെ വണ്ടി കിട്ടും. പക്ഷെ തേർഡ് ഓണർ എന്നാണ് കാട്ടണത് കേട്ടോ ഫോർഡിൻ്റെ. ഇത് തന്നെ ഓപ്പൺ ആയില്ല, അവിടെ അമർത്തിണ്ടാവും. ഞാൻ വിചാരിച്ചു ഇത് തന്നെ ഓപ്പൺ ആയെന്ന് വിചാരിച്ച്. ഇതേതാ നിസാൻ്റെ അല്ലേ, നിസാൻ്റെ വണ്ടി. ഇത് 2 ലക്ഷം രൂപ കേട്ടോ. തേർഡ് ഓണറാണ്. തേർഡ് ഓണർ 2 ലക്ഷം രൂപ. മാനുവൽ 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോളാണ് വരണത് കേട്ടോ, പെട്രോളാണ് വരണത്. പിന്നെ വേറെ എന്തിട്ടെങ്കിൽ നോക്കണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. സർവീസ് ഇതും കാര്യങ്ങളൊക്കെ സംഭവം കൊള്ളാം. 2 ലക്ഷത്തിനൊക്കെ ഫോർഡിൻ്റെ വണ്ടി. യെസ്, തുറന്ന് കൊള്ളാലോ. ഡ്രൈവിംഗ് സീറ്റിലൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ, ഡ്രൈവിംഗ് സീറ്റിലൊക്കെ ആദ്യമായിട്ടാണ് ഇരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വരണത്. ഇവിടെ എന്തോ ചോപ്പ് കത്തുന്നുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. 1 ലക്ഷത്തി ഇത് കിലോമീറ്റർ അല്ലേ, 1 ലക്ഷത്തിന് മേലെ, 1,1167 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇവിടെയും കാര്യങ്ങളൊന്നും ക്ലീനാണല്ലോ. 2 ലക്ഷത്തിന്. തേർഡ് ഓണർ എന്താ ഇത് വരുന്നത്, ഇവിടെ അഡ്ജസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മിറർ അഡ്ജസ്റ്റർ തന്നെയാന്ന് തോന്നുന്നത് അല്ലേ, അതെ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. AC ഉണ്ടാവണം, വണ്ടി ഓടണം, അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. മൈലേജ് കിട്ടണം. വേറെ എനിക്ക് പ്രത്യേകിച്ച് ഇതൊന്നും കാര്യങ്ങളൊന്നും ആവശ്യമൊന്നുമില്ല. ഹാൻഡ് ബ്രേക്ക്, ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. സീറ്റൊക്കെ നല്ല സീറ്റാണല്ലോ, കൊള്ളാട്ടോ 2 ലക്ഷത്തിന്. പക്ഷേ തേർഡ് ഓണർ എന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. തേർഡ് ഓണർ ആകുമ്പോൾ 1 ലക്ഷം കിലോമീറ്ററിൽ ഓടിയിട്ടുള്ളൂ. അതെന്തുകൊണ്ട് എനിക്ക് ഇത്ര വില കുറവെന്ന് അറിയില്ല. 2 ലക്ഷം രൂപ അതിനെക്കുറിച്ച് പഠിക്കണം കൈസ്. തേർഡ് ഓണർ ആകുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്ര വില കുറയണത് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഇനിയിപ്പോൾ ഞാൻ മറച്ച് വിൽക്കുമ്പോൾ വീണ്ടും ഓണർ മാറല്ലേ, അപ്പോൾ അതിൻ്റെ ആവുന്നിരിക്കും തോന്നണം. എനിക്കറിയില്ല എന്താണ്, അതിനെക്കുറിച്ച് പഠിക്കണം. ഇത് കൊള്ളാട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. പവർ വിൻഡോസാന്ന് തോന്നിട്ടത്. അത് ഇവിടെ തന്നെയായിരിക്കും, നമുക്ക് ഇരിക്കുന്ന ഇറങ്ങാം. നല്ല ചൂടുണ്ട്. സോ ഇത് കൊള്ളാം. 2 ലക്ഷം രൂപയ്ക്ക് കേട്ടോ. പിന്നെ ഇന്ത്യ എടുക്കുന്നുണ്ട്, അവിടെ ഒരു മൈക്ര എടുക്കുന്നുണ്ട് കേട്ടോ, ഡീസൽ വണ്ടി. ഇതും എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു. എൻ്റെ കസിൻ്റെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മൈക്ര. മോഡലും കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷേ മൈക്ര ഇതിന് വേറെ കുറേ മോഡലില്ലേ, മൈക്രയുടെ എക്സലോ അങ്ങനെ എന്തൊക്കെയോ വേറെ. അതായത് ഒരു ഡീസൽ വണ്ടിയാണ് കേട്ടോ. ഡീസൽ ഉണ്ട്, പെട്രോളും ഉണ്ട്. അത് പെട്രോൾ, ഇത് പെട്രോള്. ഇതാണ് തോന്നുന്നുണ്ടോ ഡീസൽ വണ്ടി വരണത്, മൈക്ര നോട്ടെ. ഇത് തന്നെയാണ് വരുന്നത് കേട്ടോ. ഇതും പറഞ്ഞോണം ലോക്കാണ്. ഇതും പറഞ്ഞോണം ആ ഒരു പ്രൈസ് റേഞ്ച് 2-2.5 ലക്ഷത്തിന് വരുന്നതാണ്. ഫ്രണ്ട് ഞാൻ കാട്ടിത്തരാം കേട്ടോ. കൊള്ളാം, മൈക്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ വണ്ടികൾ ഇഷ്ടപ്പെട്ടു. ബാക്കിൽ സൈക്കിൾ വെക്കേണ്ട കാര്യമാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക്, ഞാൻ തൃശ്ശൂരാണ് സ്ഥലം വരണത്. അപ്പോൾ തൃശ്ശൂർ ഒല്ലൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. അവിടെ പാഴ്സൽ സർവീസ് വരെ തന്നെ പോകണം. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനത്തെ ഈ കാറിൻ്റെ സീരീസ് കുറച്ച് തുടരും കേട്ടോ. കുറച്ച് ഇതുകളുണ്ടാവും. കാർ എടുക്കണ വരെ എന്തായാലും ഒരു 3-4 മാസത്തിനുള്ളിൽ എന്തായാലും എടുക്കും കേട്ടോ, ഉറപ്പാണ്. അപ്പോൾ ഞാൻ മാക്സിമം കാറിനെ കുറിച്ച് പഠിക്കാം. ഞാൻ ഈ ഹണ്ടർ എടുത്തപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് കമൻറ്റിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനതൊക്കെ വിലയിൽ വെക്കണതാണ്. ഞാൻ വെറുതെ കമൻറ്റ് ഇടാൻ പറയണതല്ല കേട്ടോ, ഞാൻ എല്ലാം അത് നോക്കണതാണ് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ഈ ഹണ്ടർ എടുക്കാൻ പോയ സമയത്ത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്, എൻ്റെ അമ്മേ, വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ സപ്പോർട്ടും വേണം. ഓരോ ഡീറ്റെയിലും വീഡിയോസ് വരുമ്പോൾ താഴെ കമൻറ്റ് ചെയ്യണം എന്നൊക്കെ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 3-4 സീരീസ് എന്തായാലും ഉണ്ടാവും. ഞാൻ കാർ ഹണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഇതുപോലെ സീരീസ് ഇങ്ങനെ ഇട്ടാലോ എന്ന് വിചാരിക്കുക. കാർ ഹണ്ട്, ഞാൻ കാർ അന്വേഷിക്കാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ സീരീസിൻ്റെ പേര് കാർ ഹണ്ട് എന്നായിരിക്കും കേട്ടോ. കാർ ഹണ്ട് ബൈ ജോയൽ ജോഷി. വീട്ടിലത്തെ ആദ്യത്തെ കാർ എന്ന് പറയുമ്പോൾ അതിനൊരു ഇമോഷനില്ലേ. അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് ഓടിച്ചാടി എടുക്കണതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ 3-4 എപ്പിസോഡ് ഒക്കെ വരുന്നത്. അങ്ങനെ അടുപ്പിച്ച് എപ്പിസോഡുകൾ ഉണ്ടാവില്ല. കാരണം ഇന്നിപ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അടുത്തത് ഇനിയൊരു റേസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3 യാത്ര വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ദിവസത്തെ യാത്ര വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വീഡിയോസ് എല്ലാം വരും കേട്ടോ. സാധാരണ പോലെ വരും. നമ്മൾ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ 6 മണിക്ക് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു വീഡിയോ എങ്ങാനും നാട്ടിലുള്ള സമയത്ത്, ഞാൻ തൃശ്ശൂരുള്ള സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇങ്ങനത്തെ എപ്പിസോഡുകൾ. അപ്പോൾ നമുക്ക് നേരെ ഒല്ലൂർക്ക് പോകാം കേട്ടോ. ഒല്ലൂർ ഇവിടെ ഒരു തിയേറ്റർ ഉണ്ട്, ഫൺ മൂവീസ് എന്ന് പറഞ്ഞിട്ട്. നേരെ അങ്ങോട്ട് പോവാം.
എന്തായാലും പെട്ടെന്ന് ഓടിച്ചാടി എടുക്കേണ്ട സംഭവമല്ലല്ലോ. എന്തായാലും ഒരു 2-3 മാസം ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തിയതിന് ശേഷമേ നമ്മളിത് പർച്ചേസ് ചെയ്യുള്ളൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഒല്ലൂര് സെൻറ്റർ എന്ന് പറയും. ഇത് ഒല്ലൂര് സെൻറ്ററാണ്. ഇവിടെ ആക്ച്വലി ഞാൻ സൈക്കിളിൻ്റെ ആ പാർട്സ് ഞാൻ പറഞ്ഞില്ലേ, അത് എറണാകുളത്ത് നിന്ന് കൊറിയർ അയച്ചിട്ടുണ്ട് കേട്ടോ അവർ. അപ്പോൾ ആ കൊറിയർ വാങ്ങാൻ വന്നിരിക്കുകയാണ്. 3300 രൂപയാണ് അതിൻ്റെ വില വരുന്നത് കേട്ടോ. എൻ്റെ അടപ്പ് തെറിച്ച് സാധനം ഒട്ടും പ്രതീക്ഷിച്ചില്ല ഗൈസ്. അപ്പോൾ സൈക്കിൾ ചേട്ടാ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു ജോയൽ ജോഷി. ഒരു ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് കൊറിയർ. അപ്പോൾ അവർ ഇവിടേക്ക് അയച്ചു എന്നാണ് പറഞ്ഞത് ഗൈസ്. സാധനം ഇതാണ് വരണത് കേട്ടോ. ബൈക്ക് റോയൽ എൻഫീൽഡ് 100-350 ഞാൻ ഉപയോഗിക്കുന്ന ബൈക്കിന് സർവീസ് വരുന്നത് 3000 രൂപയാണ് കേട്ടോ. ചെയ്യാനും സ്പ്രോക്കറ്റ് മാറ്റാറായിട്ടുണ്ടെന്ന് പറഞ്ഞു. 20,000 കിലോമീറ്ററായി 100. അതിന് 1800 രൂപ 2000 രൂപയാണ് ഓഫ് മാർക്കറ്റ് പറഞ്ഞത് കേട്ടോ വില. ഷോറൂമിൽ 3500 രൂപയ്ക്ക് മേലേക്ക് പോകും ചെയ്യാനും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ. അവിടെ നിന്ന് മാറ്റുന്നില്ല, പുറത്തുനിന്ന് മാറ്റുന്നത്. സൈക്കിളിൻ്റെ ഹാൻഡിൽ ബാറിൻ്റെ അവിടെ വെക്കുന്ന ചെറിയൊരു സ്റ്റെമ്മിന് 3300 രൂപ. ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. കാറിന് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാറിന് ഇത്ര വില കൂടുമെന്ന് എനിക്ക് തോന്നലില്ല കേട്ടോ. 3500 രൂപയൊക്കെ ചെറിയ പാർട്സിനൊക്കെ. എനിക്കറിയില്ല, കാർ ഉപയോഗിക്കുന്ന അറിയില്ലെങ്കിൽ പറയട്ടാ. അപ്പം ഞാനിതൊന്ന് പൊട്ടിച്ച് കാട്ടിത്തരാം. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു അന്തരം പറഞ്ഞതാണ് കേട്ടോ. സൈക്കിളല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആൾക്കാർ ഇങ്ങനെ പുച്ഛിക്കാറുണ്ട് കുറേ പേര്. സൈക്കിളല്ലേ എന്ന്. അപ്പോൾ കൺട്രോൾ ടെക്കിൻ്റെ ആണ് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ സാധനം ഞാൻ അതിൻ്റെ ഒരു വ്യത്യാസം പറഞ്ഞു തന്നതാണ്. 3300 രൂപ കൊടുത്ത് സൈക്കിളിൻ്റെ പാർട്സ്. കാരണം സൈക്ലിംഗ് ചാനലായതുകൊണ്ട് തന്നെ സൈക്കിള് കണ്ടീഷനായിട്ട് ഇരുന്നില്ലെങ്കിൽ നമുക്ക് ഒരു പരിപാടി നടക്കില്ല. അപ്പോൾ സൈക്കിൾ കണ്ടീഷനാക്കി വെക്കുക എന്നുള്ളത് ഫസ്റ്റത്തെ പ്രയോറിറ്റിയാണ് കേട്ടോ. നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് റേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെ നമ്മുടെ വ്ളോഗ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതാണ് പ്രൊഡക്റ്റ്. കൺട്രോൾ ടെക്കിൻ്റെ പുതിയ സ്റ്റെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡിൽ ബാറും നമ്മുടെ ബൈക്കും ബന്ധിപ്പിക്കുന്ന ഒരു സാധനം. സ്റ്റെം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഇതാണ് ഐറ്റം വരുന്നത്. കൺട്രോൾ ടെക്കിൻ്റെ കുറച്ച് നല്ല ബ്രാൻഡ് സാധനമാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു 3-4 കൊല്ലം ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. ഓവർ സൈസ്ഡ് സാധനമാണ് കൺട്രോൾ ടെക്ക്. ഇത്ര mm കാര്യങ്ങളൊക്കെ 0 സ്റ്റെമ്മാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സാധനം വരുന്നത്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പറയേണ്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തിങ്കൾ മുതൽ വെള്ളി വരെ വ്ളോഗ് വരുന്നുണ്ട്. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയ യാത്രകളും പുതിയ റൈഡും പുതിയ കാർ വിശേഷവും പുതിയ ബൈക്ക് വിശേഷവും അങ്ങനെ കുറച്ച് സംഭവ ബഹുലമായ വ്ളോഗുകളൊക്കെ ആയിട്ട് സ്റ്റേ ട്യൂൺ ഗൈസ്. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.